Hi friends, welcome back to our channel Handmade Tales. ഇന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എല്ലാവർക്കും മീൻസ് ഓൺലൈനായിട്ടൊക്കെ ഇപ്പോൾ നമ്മൾ പ്ലാൻസൊക്കെ വാങ്ങാറുണ്ട്. ഒരുപാട് പേര് സെല്ലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സെയിൽ ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്ലാൻസ് ആർക്കെങ്കിലും ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് സേഫായിട്ട് കൊറിയർ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോ. അപ്പം സ്കിപ്പ് ചെയ്യാതെ കാണുക, കംപ്ലീറ്റ് ആയിട്ട് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് വേണ്ടത് കുറച്ച് മണ്ണും കുറച്ച് കൊക്കോപിറ്റുമാണ്. ഇപ്പോൾ ഒരു പ്ലാന്റ് മാത്രം ഓർഡർ കിട്ടിയത് എനിക്ക് അയക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ മാത്രം ആണ്, അതായത് ഒറ്റൊരു പ്ലാന്റിന് വേണ്ടിയിട്ട് കുറച്ച് ക്വാണ്ടിറ്റി മതി. അപ്പോൾ അതുകൊണ്ട് അത്രത്തിന് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കൂടിപ്പോകരുത്, കാരണം ഇത് ചീഞ്ഞു പോകരുത്. നമുക്ക് ഒരു ദിവസം കൊണ്ട് കിട്ടിയില്ലെങ്കിൽ അവർക്കത് കിട്ടിയില്ലെങ്കിൽ ഡാമേജ് ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സാധാരണ പോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്ന പരുവത്തിൽ ഇത് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പ്ലാസ്റ്റിക് ബാഗിൽ നമുക്ക് വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ടാവും ഇതുപോലത്തെ പോളിത്തീൻ ബാഗ്സൊക്കെ. അതിലേക്ക് നമ്മുടെ ഈ മിശ്രിതം നിറയ്ക്കുക. കൊക്കോപിറ്റും മണ്ണും കൂടിയുള്ള ഈ മിശ്രിതം നിറയ്ക്കുക. അപ്പോൾ ഞാനിവിടെ സെയിൽ ചെയ്യുന്നത് കട്ടിങ്സ് ആണ്. എൻജോയ് പോത്തേഴ്സിൻ്റെ ഒരു കട്ടിങ് ആണ്. അപ്പം ഇത് റൂട്ടഡ് അല്ല, അതുപോലെ തന്നെ ഇത് വാടിപ്പോകാൻ അപ്പോൾ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു മെത്തേഡിൽ ചെയ്തത്. ഇനി ഈ ഒരു പ്ലാസ്റ്റിക് ബാഗിന് നമുക്ക് ഡ്രെയിനേജ് ഹോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടേണ്ടതില്ല. അത് കഴിഞ്ഞിട്ട് ഇത് സെക്യൂർ ആയിട്ട് ടേപ്പ് കൊണ്ട് നന്നായിട്ട് ഒട്ടിക്കുക. ടേപ്പ് കൊണ്ട് ഒട്ടിക്കുമ്പം ഈ ചെടിയുടെ മീതെ കൂടെ ഒട്ടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഇവർക്ക് ഈ പ്ലാസ്റ്റിക് ബാഗ് എടുത്ത് മാറ്റിയിട്ട് വേണമല്ലോ അവർക്കത് റീപ്പോർട്ട് ചെയ്യാൻ. അപ്പം ചെടിക്ക് ഡാമേജ് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. വേണ്ടത് ഒരു കാർഡ്ബോർഡ് ബോക്സാണ്. നമുക്ക് പ്ലാന്റിൻ്റെ സൈസിനനുസരിച്ചിട്ടുള്ളത് എടുത്താൽ മതി. നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ലെങ്കിൽ ചെരുപ്പ് കടയിലോ ഗ്രോസറി ഷോപ്പിലൊക്കെ ചോദിച്ചാൽ നമുക്ക് കാർഡ്ബോർഡ് ബോക്സ് കിട്ടും. പിന്നെ നമുക്ക് ഫസ്റ്റ് ടൈം ഒരു മുൻകരുതലായിട്ട് എടുക്കേണ്ടത്, പ്ലാന്റ്സ് ലിവിങ് പ്ലാന്റ് ആണല്ലോ. അപ്പോൾ ലൈവ് ആയതുകൊണ്ട് തന്നെ അതിന് കുറച്ച് ഓക്സിജൻ വേണം ശ്വസിക്കാനായിട്ട്. അപ്പം എയർ ഹോൾസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കത്രിക കൊണ്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കാം. അപ്പം ഇതിൽ കൂടി വായു അകത്ത് കയറും. അങ്ങനെ ഇത് ഫ്രഷ് ആയിട്ടിരിക്കും. അടുത്തതായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വാഴയിലയാണ്. അപ്പം ഇതിൻ്റെ അകത്തുള്ളൊരു ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും കുറച്ചൊന്ന് കീപ്പ് ചെയ്യാനായിട്ട് ഇതിനെ സഹായിക്കും. കാരണം ഇതും ഒരു ഈർപ്പമുള്ളൊരു മെറ്റീരിയലാണല്ലോ. അതുകൊണ്ട് ഇതിന് കുറച്ച് ഫ്രഷ് ആയിട്ടിരിക്കാനായിട്ട് ഇത് സഹായിക്കും. പിന്നെ വാഴയിലകൾ സ്ക്വയർ പീസായിട്ട് മുറിച്ച് സൈഡിലും അടിയിലും ഒക്കെ നന്നായിട്ട് വയ്ക്കാം. പ്ലാന്റ് ഇതിലേക്ക് വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ ആയിട്ടും 2-3 പീസ് വാഴയില കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. കുറച്ച് ന്യൂസ് പേപ്പർ വീഡിയോയിൽ കാണുന്നത് പോലെ നീളത്തിൽ മുറിച്ചെടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുകൊണ്ട് സൈഡിലും എല്ലായിടത്തും നന്നായിട്ട് ഫില്ല് ചെയ്യാം. ഇതൊട്ടും ഷേക്ക് ആവാത്ത പോലെ നന്നായിട്ട് തന്നെ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം.
ശേഷം ഇത് നന്നായിട്ട് സെല്ലോ ടേപ്പ് വെച്ചിട്ട് കവർ ചെയ്യണം. അതായത് ഈ കാർഡ്ബോർഡ് ബോക്സിൻ്റെ ജോയിൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവിടെ നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. ടേപ്പ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒട്ടിക്കുക. അതായത് അവിടെ നിന്ന് വിട്ടുപോകുക. ഇതൊരു പേപ്പറാണല്ലോ, അപ്പോൾ അത് കീറി പോകാനോ അങ്ങനെയുള്ള ചാൻസൊക്കെ നമുക്ക് ഇങ്ങനെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അഡ്രസ്സ് എഴുതി നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അഡ്രസ്സ് എഴുതുമ്പം ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അഡ്രസ്സ് ഒരു മീഡിയം സൈസിൽ എഴുതാം, അതല്ലെങ്കിൽ സ്മോൾ ലെറ്ററിൽ എഴുതാം. ദെൻ പിൻകോഡ് മാത്രം വലുതാക്കി എഴുതണം. അപ്പം ഇവർക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും പെട്ടെന്ന് കൊറിയർ കിട്ടാനും അതൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അഡ്രസ്സ് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള വശങ്ങൾ കൂടെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഇപ്പം ഇത് സേഫായി. പിന്നെ ഇങ്ങനെ ടേപ്പ് ഒട്ടിക്കുമ്പോൾ നമ്മൾ നേരത്തെ ഇട്ട എയർ ഹോൾസ് കവർ ചെയ്ത് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ കവർ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അവിടെ വീണ്ടും കത്രിക വെച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ പ്ലാൻസ് കൊറിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മെത്തേഡ് ചെയ്താൽ ഉറപ്പായിട്ടും നല്ല സേഫായിട്ട് തന്നെ അവർക്ക് കിട്ടും. പിന്നെ DTDC വഴിയാണ് ഞാൻ കൊറിയർ ചെയ്യുന്നത്. മാക്സിമം അവർ ഒറ്റ ദിവസം കൊണ്ട് തന്നെ പ്ലാൻസ് എത്തിക്കാനായിട്ട് ശ്രമിക്കാറുമുണ്ട്. പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണും വരയ്ക്കും എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.